ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നല്ല മഴയൊക്കെയാണല്ലേ. അപ്പോൾ കൊടുമ്പൊടി കിട്ടിയാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, മഴയല്ലേ, എങ്ങനെ ഉണക്കാൻ പറ്റും? പേടിക്കണ്ട. അപ്പോൾ നമുക്ക് കൊടുമ്പുളി പുളിയിഞ്ചി ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഒരു തിളച്ച വെള്ളത്തിൽ നമ്മൾ കൊടുമ്പുളി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അല്ല, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ. ചട്ടി അടുപ്പിൽ വെക്കുക. ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നതിനോട് കൂടെ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇവ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചത് അതും കൂടെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നാൽ ഗോൾഡൻ കളർ ആവുന്നു വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൊടുമ്പുളി നമ്മൾ തിളപ്പിച്ച കൊടുമ്പുളി തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വന്നതോടുകൂടി നമ്മളത് ഓഫാക്കണം. എന്നിട്ട് നമുക്കത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. കൊടുമ്പുളി കേട്ടോ, മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ശേഷം നമ്മളത് ചട്ടിയിലോട്ട് ഇടുന്നു. ശർക്കര പാനി അരിച്ച് അതിലോട്ട് ഒഴിക്കുന്നു. ജാറൊക്കെ ഒന്ന് ചുവറ്റിക്കോളൂ കേട്ടോ. എന്നാൽ വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ആയതിന് ശേഷം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിയാണ് കലക്കുന്നത്. അതൊരു സ്പൂണ് പൊടി എടുത്തിട്ട് ആ ശർക്കര പാനിയിൽ തന്നെയാണ് കലക്കുന്നത് കേട്ടോ. ഞാൻ എക്സ്ട്രാ പച്ചവെള്ളം ഒന്നും എടുത്തിട്ടില്ല. ആ ശർക്കര പാനിയിൽ ബാക്കി വന്ന ശർക്കര പാനിയിൽ ലേശം കലക്കി അതേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുരുമുളക് ഇടാം. കുരുമുളക് ഇടുന്നത് സ്കിപ്പായി പോയതാണ് കേട്ടോ, ഇട്ടിട്ടില്ല. ഇട്ടത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് തിളച്ചാൽ ആ ഒരു പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചൂടോടെ ഉപയോഗിച്ചാൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, തണുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കിട്ടുന്നത് കേട്ടോ.